ഇടയ്ക്ക് ഇതുപോലെ ഒരു റീസെറ്റ് എന്തുകൊണ്ടും നല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയ ഒരു പറ ചോറ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ട് കൊത്തിയായിട്ട് ഉണ്ടാക്കിയൊരു ചമ്മന്തിയാണ്. ചമ്മന്തിയുടെ കാര്യത്തിലൊരു സംശയമില്ല, സൂപ്പറാട്ടോ. എന്ന് വെച്ച് നമുക്ക് അങ്ങ് കണ്ടമാനം ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയല്ല കഞ്ഞിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഞ്ഞിയും പിന്നെ അതിൻ്റെ ചുറ്റിലും കുറേ പരിവാരങ്ങളും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, പിന്നെ സവാളയും കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ ഒരു ചെറിയ ഉണ്ട നമ്മുടെ വാളംപുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്കിതങ്ങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സവാളയും കൂടെ അങ്ങ് ചേർത്ത് ഇളക്കാം. അതിലേക്ക് നമ്മുടെ ചുമന്ന മുളകും മല്ലിയിലയും പിന്നെന്താ നമ്മുടെ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും അങ്ങ് ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം അത്യാവശ്യം ഒരു നിറമൊക്കെ മാറി ബ്രൗൺ കളർ ആവുന്നവരെ. അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെന്താ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സിക്കകത്ത് വെച്ച് നന്നായിട്ടങ്ങ് ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിലും നമുക്ക് അധികം ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു മിക്സും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അടിപൊളി ചമ്മന്തി റെഡിയാവും കേട്ടോ. അപ്പം അങ്ങനെ തയ്യാറാക്കിയ തേങ്ങാ ചമ്മന്തിയാണ് സൈഡിലുള്ളത് കേട്ടോ. ചമ്മന്തിയുടെ ടേസ്റ്റ് സൂപ്പർ ആട്ടോ. ഒരു പറ ചോറ് ഉണ്ണാം.